കഴിഞ്ഞ ദിവസം ഈ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെ തൃശൂരിലും ക്രമക്കേട് നടന്നുവെന്ന ആരോപണം ശക്തിപ്പെടുകയും പിന്നീട് ഓരോ വിവരങ്ങളും പുറത്തു വരികയുമായിരുന്നു. ഇന്നലെ ഈ പൂങ്കുന്നം കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ഫ്ളാറ്റിൽ 9 വോട്ടുകൾ തന്റെ മേൽവിലാസത്തിൽ ചേർത്തുവെന്ന വീട്ടമ്മയുടെ ആരോപണത്തിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ RSS നേതാവിന്റെയും കുടുംബത്തിന്റെയും പേരിൽ ഇരട്ട വോട്ടുണ്ടെന്ന വിവരം കൂടി പുറത്തു വരുന്നത്. ആലത്തൂർ മണ്ഡലത്തിലും അതോടൊപ്പം തന്നെ തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലുമായിരുന്നു ഈ RSS നേതാവായിട്ടുള്ള ഷാജിയുടെ ഭാര്യ എന്നിവർക്ക് ഈ ഇരട്ട വോട്ടുണ്ടായിരുന്നത്. രണ്ടിടങ്ങളിലും ഇവരുടെ വോട്ടർ പട്ടികയിൽ, അതായത് ഇവരുടെ പേരുകളുണ്ട്. ആ വോട്ടർ പട്ടികയുടെ വിശദാംശങ്ങൾ അടക്കം നമുക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഷാജിയും കുടുംബവും വോട്ട് ചേർത്തത് ആലത്തൂർ മണ്ഡലത്തിലെ 11-ാം നമ്പർ ബൂത്തിലും തൃശൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ 37-ാം നമ്പർ ബൂത്തിലുമായിരുന്നു ഇവർക്ക് വോട്ടുണ്ടായിരുന്നത്. നിലവിൽ ഷാജി ഭാരതീയ വിചാർ കേന്ദ്രം തൃശൂർ മേഖലാ സെക്രട്ടറി കൂടിയാണ് എന്നുള്ളതാണ് നമ്മുടെ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇദ്ദേഹത്തിന് RSSന്റെ ചുമതലകളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏറെക്കാലമായി, അതായത് ജനിച്ചു വളർന്നതെല്ലാം തന്നെ ഈ ഷാജി വരവൂരിലാണ്. വരവൂരുകാർക്ക് സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ് ഷാജി. ഈ വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരവൂരിലാണ് ഈ ഷാജിക്ക് വോട്ടുള്ളത്. ഇപ്പോൾ തൃശ്ശൂരിലെ 38-ാം നമ്പർ ബൂത്ത്, അതായത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 37 ബൂത്ത്, അതിപ്പോൾ 38 മാറിയിട്ടുണ്ട്. ആ 38-ാം നമ്പർ ബൂത്തിൽ നിന്ന് ഒഴിവാക്കിയ വോട്ടിൽ ഇപ്പോൾ ഷാജിയുടെ പേരുമുണ്ട്. അങ്ങനെയെങ്കിൽ തൃശ്ശൂരിൽ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ഒരാൾ എന്തിന്, അതായത് ചുരുങ്ങിയ കാലയളവ് കൊണ്ട് വീണ്ടും ഇവിടെ നിന്ന് വോട്ട് മാറ്റുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൃശ്ശൂരിലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മാത്രം ലക്ഷ്യമിട്ട് ഇങ്ങോട്ടേക്ക് വോട്ട് മാറ്റുകയായിരുന്നു എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്.